പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ 2 ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് 24 പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. മരണത്തിലെ ദുരൂഹത കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 24 പുലർച്ചെയാണ് വത്സലയെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത്. വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നു എന്നും ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ ആരോപിച്ചു. 22 വർഷം മുമ്പാണ് ഭാസ്കരന്റെ 1ാം ഭാര്യ തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അടുക്കളയിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത്. തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിക്കുന്നത്. ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ 2 മക്കളാണ്. ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം. ഭാസ്കരനും വത്സലയും മാത്രമായിരുന്ന കുന്നപ്പള്ളിയിലെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ ഭാസ്കരന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഭാസ്കരൻ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത്. രണ്ടാമത്തെ മരണമാണ്. ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടി തെറിച്ച് വെച്ചാണ്. രണ്ടാമത് എൻ്റെ പെങ്ങള് അവളെ ബുദ്ധിമുട്ടായിട്ട് വെച്ചാണ്. എൻ്റെ മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, എങ്ങനെയും ജീവിച്ച് പോട്ടെ ചോദിച്ചു നിന്നാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. സംഭവിച്ച ഇതുവരെ 2 ദിവസമായി. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു വാൽനൊന്നും കിട്ടിയില്ല. അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു. മൂത്ത പെങ്ങളെ പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. 2 മരണങ്ങൾക്കും സമാന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വ്യക്തമാക്കി. അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ. നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറൂ. 40% വരെ ഡിസ്കൗണ്ടോടെ. വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം. 50% വരെ ഡിസ്കൗണ്ടോടെ. പഴയ TV മാറ്റി പുതിയ വലിയ TV സ്വന്തമാക്കൂ. 70% വരെ ഡിസ്കൗണ്ടോടെ. ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപു നന്ദില ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ.